ആദിവാസികൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരെ നെഞ്ചോട് ചേർക്കുകയും അവരുടെ സംസ്കാരങ്ങളെയും ആചാര രീതികളെയും ഉൾക്കൊണ്ട് അവരിലൂടെ ചേർന്ന് പഠിച്ച് ഇറങ്ങി വന്ന ഒരു സിനിമയാണ് കുറിഞ്ഞി. അപ്പം ഇന്ന് കുറിഞ്ഞിയുടെ പിന്നാമ്പുറങ്ങളിലേക്കാണ് നമ്മളുടെ ഇന്ന് ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ യാത്ര. സാറേ നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഈ കുറിഞ്ഞിയുടെ വിവരങ്ങൾ അറിയാനായിട്ടുള്ള വരവിലാണ്. ഞാൻ ഇവിടെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണ്. അപ്പോൾ കുറിഞ്ഞിയുടെ വിവരങ്ങൾ അറിയാനായിട്ടുള്ള ഇതിലാണ് ഞാൻ വന്നേക്കുന്നത്. സാറിൻ്റെ പേരെന്തായിരുന്നു? ഡോക്ടർ ഷിബു ജയരാജ്. ഷിബു ജയരാജ്. സാറിൻ്റെ പേരെന്ന് പറയുമോ? എൻ്റെ SR നായർ അമ്പലപ്പുഴ. SR നായർ അമ്പലപ്പുഴ അല്ലേ? സാർ ഇതിനകത്ത് സാറിൻ്റെ റോള് രണ്ടുപേരുടെയും റോളൊന്ന് പറയാം. വെള്ളൻ എന്നൊരു കഥാപാത്രത്തെയാണ് കേട്ടില്ല സാറേ. വെള്ളൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സാർ ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. സാർ ഇതിൻ്റെ പ്രൊഡ്യൂസറാണല്ലേ? ആ ഓക്കെ ഓക്കെ. ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ അങ്ങനെ തീരുമാനിച്ചു. അത് വളരെ ഒരു വിജയമാകുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. നമ്മുടെ സാറിന്റെ ആദ്യത്തെ പടം കൂടിയാണല്ലേ? എൻ്റെ ആദ്യത്തെ പടമാണ്. സാറിന്റെ ആദ്യത്തെ പടമാണ്. സാർ ഇതിനു മുമ്പ് ഞാനും ഡോക്ടറുമായിട്ടുള്ള അടുപ്പം അനുസരിച്ചാണ്. സാറും ഡോക്ടറായിട്ടുള്ള അടുപ്പം അനുസരിച്ചുള്ളതാണ്. സാർ ഡോക്ടർ ഇതിനു മുമ്പ് വേറെ പല പടങ്ങളിലും ഒരു പടത്തിൽ ഞാൻ ഡോക്ടറല്ല 2020 റിലീസ് ചെയ്ത പടമാണ്. ഒരു നാഷണൽ അവാർഡോ അങ്ങനെ എന്തോ കിട്ടിയ ഒരു പടം, ഏതോ ഒരു അവാർഡൊക്കെ കിട്ടിയായിരുന്നല്ലോ. ഇന്റർനാഷണൽ കിട്ടിയ പടത്തിനകത്ത് ഡോക്ടർ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അവാർഡ്. ഈ കുറിഞ്ഞി എന്ന് പറയുന്ന സിനിമ ഓൾറെഡി തന്നെ ഇപ്പം ആദിവാസികളുടെ ഇടയിലേക്ക് ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ഭാഷ പഠിച്ച് അഭിനയിക്കുകയും കഥ പറയുകയും ചെയ്തതാണെന്ന് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തവർ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങളും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ആദിവാസി സമൂഹത്തിൻ്റെ കഥയാണ് കുറിഞ്ഞി പറയുന്നത്. ആദിവാസി സമൂഹത്തിൻ്റെ കഥയാണ് പറയുന്നത്. അതെ, ആദിവാസി കുടുംബങ്ങളുടെ ആ ആത്മബന്ധത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെയും കഥയാണ് പറയുന്നത്. ഇപ്പൊ ശരിക്കും അതിനപ്പുറത്ത് ഈ സമൂഹം എന്നും ചൂഷണം ചെയ്യപ്പെടുകയും എന്നും അവഗണിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന അവരെ എങ്ങനെ ജനസമൂഹം ചൂഷണം ചെയ്യുന്നു, വളരെ ബുദ്ധിപരമായിട്ടും തന്ത്രപരമായിട്ടും എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത്. അതിന് വിധേയപ്പെട്ടു പോകുന്ന ഒരു ജനത, നൂറ്റാണ്ടുകളായിട്ട് അതിന് വിധേയപ്പെട്ടു പോകുന്ന ജനതയുടെ കഥയാണ് കുറിഞ്ഞി പറയുന്നത്. എന്തൊക്കെ പീഡനങ്ങളും ഏതൊക്കെ അടിച്ചമർത്തലുകളും ഏതൊക്കെ പാർശ്വവൽക്കരിക്കപ്പെടലുകളും എപ്പോഴെങ്കിലും അതിനൊരു പ്രതികരണം ഉണ്ടാവും. സാധാരണക്കാരന്റെ പടം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ തീർച്ചയായും സാധാരണ മനുഷ്യരുടെ ചിത്രം. എന്നാൽ അവരൊരിക്കൽ ഒരു കാലത്ത് ഈ നാടിൻ്റെ ഉടമകളായിരുന്നവർ കൂടിയാണ്. അത് ആരും അറിയുന്നില്ല, അതിൻ്റെ പുതിയ തലമുറ അത് അറിയുന്നില്ല. ഒരിക്കലും ഒരു വലിയ മഹത്തായ സംസ്കാരത്തിൻ്റെ ഉടമകളായിരുന്നവരും ഈ നാടിൻ്റെ ഉടമകളായിരുന്നവരും പിന്നീട് കാട്ടിലേക്ക് ആട്ടിപ്പായിക്കപ്പെട്ടവരുമാണ്. അപ്പോൾ ആ ഒരു ജനത ഇന്നും ആ ഒരു ദരിദ്രമായ ചുറ്റുപാടിൽ ജീവിക്കുകയും അവരുടെ ആ നല്ല മനസ്സിനെ ചൂഷണം ചെയ്ത് ഒരുപാട് പേര് പള്ളവീർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ആ ഒരു ജനതയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം. നാടിൻ്റെ തിന്മയുടെ ശക്തികൾ, എല്ലാ നാട്ടുകാരും തിന്മയുടെ ശക്തികളാണെന്നല്ല പറഞ്ഞത്. നാടിലെ തിന്മയുടെ ശക്തികൾ എങ്ങനെയാണ് അവരെ ചൂഷണം ചെയ്യുന്നത്, എങ്ങനെയാണ് അവരെ മുതലെടുക്കുന്നത്, അതിനെതിരെ ഈ ഒരു ജനതയിലെ പുതിയ തലമുറ കൂടുതൽ ഊർജ്ജം സംഭരിച്ചുകൊണ്ട്, അറിവ് സംഭരിച്ചുകൊണ്ട് ഉയർന്നു വരുന്നതിൻ്റെയും പ്രതികരിക്കുന്നതിൻ്റെയും ഒരു ചിത്രമാണ് ഈ സിനിമ കുറിഞ്ഞി എന്ന് പറയുന്ന സിനിമ പറയുന്നത്. ഓക്കെ, ഈ പറയുന്നത് കേട്ടിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്കിവിടെ കാണാനുള്ള ഒരു ടെൻഡൻസി കൂടുകയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹത്തിലുള്ള ഓരോ ആൾക്കാരും ഇതേപോലുള്ള ഈ സിനിമകൾ സാധാരണക്കാരെടുത്ത് സാധാരണക്കാരൻ അഭിനയിച്ചു വരുന്ന ഈ ഒരു സിനിമ കാണണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായവും. അതിനെപ്പറ്റി ഡോക്ടറിനും സാറിനും എന്താണ് പറയാനുള്ളത്? ഇത് പ്രകാശ് വാടിക്കലിൻ്റെയാണ് കഥയും തിരക്കഥയും. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ന് ഇന്റർനാഷണൽ ഫെയിമാണ്. അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഓഫ് പെയിൻ എന്ന ചിത്രം ഓസ്കാർ ചുരുക്കപ്പട്ടികയിൽ നോമിനേഷൻ കിട്ടിയ ചിത്രമാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് നമ്മളുടെ ഈ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ പ്രകാശ് വാടിക്കൽ. മാത്രമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൻ എന്ന കഥാപാത്രത്തെയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട്, വളരെ തന്മയത്വത്തോടെ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അഭിനയം രീതികൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം ആദിവാസി സമൂഹത്തിന് പുറത്തുള്ള ഒരു വ്യക്തിയാണെന്ന് ആരും പറയില്ല. അത്ര ഭംഗിയായിട്ട് അദ്ദേഹം ആ ക്യാരക്ടർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ആ ഒരു ആദിവാസി സമൂഹത്തിൽ ചെല്ലുകയും അവരോടൊപ്പം ചേർന്ന് ഒത്തിരി കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഫിലിമാണെന്ന് തന്നെ നമുക്ക് പറയണം അല്ലേ? ഒരുപാട് കഷ്ടപ്പാടുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ഗിരീഷ് കുന്നുമ്മൽ, അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമാണിത്. ഇതിനു മുൻപ് ചുഴലിക്കാറ്റ്, ധനയാത്ര എന്ന രണ്ട് ചിത്രങ്ങൾ, രണ്ടും താരങ്ങൾ
താരനിബിഡമായ ചിത്രമായിരുന്നു. പക്ഷെ ഇതിൽ അദ്ദേഹം താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് എടുത്ത ചിത്രമാണെന്നുള്ള പ്രത്യേകത കൂടി ഈ ഒരു കുറിഞ്ഞിക്കുണ്ട്. കാരണം അത് മനഃപൂർവ്വം അത് ചെയ്തതാണ്. ഈ ആദിവാസി സമൂഹത്തെ കാണിക്കുമ്പോൾ അത് കാണികൾ ഒരു പുതിയ ഒറിജിനാലിറ്റി ആ നാച്ചുറാലിറ്റിയും ഒറിജിനാലിറ്റിയും ഫീൽ ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അദ്ദേഹം. ആദിവാസികളെ ഉൾപ്പെടുത്തിയാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. നല്ലൊരു ശതമാനം പേരും ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർ തന്നെയാണ്. പൊന്നി എന്ന കുട്ടി, അതിലുള്ള കുട്ടികളും ആദിവാസി കുട്ടികളെ കൂടി അതിനകത്ത് അഭിനയിപ്പിക്കാനായിട്ട് ആദിവാസി സമൂഹത്തിൽപ്പെട്ട 94 വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ട്. 94 വയസ്സുള്ള ആൾ കൂടി ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലോ, ആദിവാസി സമൂഹത്തിൽപ്പെട്ട. തീർച്ചയായിട്ടും ഇത് പുതുതലമുറയ്ക്ക് മാത്രമല്ല നമ്മുടെ നാടിനോടൊരു പുതു കാഴ്ചയായി തന്നെ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ ഡോക്ടർ, താങ്ക് യു സാർ. നമസ്കാരം. കുറിഞ്ഞിയുടെ അതിനകത്ത് ആദിവാസി മൂപ്പനായിട്ട് അഭിനയിച്ച സാറല്ലേ? അതെ. അപ്പൊ സാറിനെ പറ്റി 2 വാക്ക് സാറൊന്ന് പറയാൻ പറ്റും ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട്? എൻ്റെ പേര് പ്രകാശൻ ചെങ്ങൽ എന്നാണ്. കണ്ണൂർ ജില്ലയിലെ 7ാം പഞ്ചായത്തിലാണ് എൻ്റെ വീട്. ഈ കുറിഞ്ഞി എന്ന് പറയുന്ന സിനിമയിൽ പ്രകാശ് വാടിക്കൽ രചിച്ച് ഗിരീഷ് കുന്നുമ്മൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അവരുടെ ആദിവാസി മൂപ്പൻ ആയിട്ടാണ് ഞാൻ അഭിനയിച്ചത്. വല്ലാത്തൊരു അനുഭവമായിരുന്നു ആ സിനിമ ചെയ്തപ്പോൾ. ഏകദേശം 1 മാസത്തോളം വയനാട്ടിലെ അവരുടെ ചീരാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പണിയ കോളനിയിലാണ് അവരോടൊപ്പം താമസിച്ച് പണിയ ഭാഷ പഠിച്ചിട്ടാണ് ആ സിനിമ ചെയ്തത്. ഓ, അത് ശരി. ആദിവാസികളുടെ ഭാഷയായിട്ടുള്ള ഇത് പഠിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചെയ്തത്. പിന്നെ അവരുടെ താളം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവരുടെ ഭാഷ അതൊക്കെ ചെയ്ത് ആ സിനിമ ഗംഭീരാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ സിനിമ എല്ലാവരും കാണണം. മാത്രമല്ല ആ സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ ഹൃദ്യമായ അനുഭവമുണ്ട്. ചില അവരുടെ ആചാരങ്ങൾ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർ ഈ ഗോത്ര സമുദായത്തിലെ അവർ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾ മൂപ്പൻ തന്നെ ആയി മാറിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോകാൻ പാടില്ല, ഞങ്ങൾ മൂപ്പനായിട്ട് കൂടാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്. കാരണം അവരിലൊരാളായി മാറാനൊക്കെ കഴിഞ്ഞു. ഈ സിനിമ ഒരു നല്ല സന്ദേശമാണ്. കാരണം ആദിവാസി സമൂഹത്തിൻ്റെ കഥ, അവരുടെ എല്ലാ ജീവിത പശ്ചാത്തലവും ഈ സിനിമ ഇതുണ്ട്. അതുകൊണ്ട് സിനിമ മോശമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാവരും സപ്പോർട്ട് ഇത്തരം സിനിമക്ക് അത്യാവശ്യമാണ്. ഓടീൻ്റെ മുടൽമുടക്കില്ല, പരസ്യങ്ങളുടെ വലിയ തള്ളിച്ചില്ല, ആർട്ടിസ്റ്റുകളുടെ തള്ളിച്ചില്ല. എല്ലാം സാധാ മനുഷ്യർ, സാധാരണ കഥ, സാധാരണ രീതിയിൽ പറയും. സാധാരണക്കാരൻ്റെ സിനിമ എന്ന് ഇതിനെ നമ്മൾ പറയണം. അതെ, ഒരു സാധാരണക്കാരൻ്റെ കാര്യം. നിങ്ങൾക്കും സിനിമക്കാർക്ക് സമൂഹത്തിനോട് ചില പ്രതിബദ്ധതയുണ്ട് എന്ന് കുറിഞ്ഞിന്നില്ല ഈ സിനിമയിലൂടെ ഞങ്ങൾ തെളിയിക്കുകയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് എല്ലാവരും സിനിമ കാണണം. സാറേ, ചേട്ടാ, ഹലോ, ഒരു മിനിറ്റ് കേട്ടോ പറഞ്ഞേ, ഞങ്ങൾക്കൊരു കാര്യം ഒന്ന് പറയാനായിരുന്നു. നമ്മുടെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു നമ്മൾ. ശരി, ഞാൻ അതിനെപ്പറ്റി 2 വാക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഞാനിവിടെ മറ്റുള്ള സിനിമയെ കുറെ ആൾക്കാർ കാണും, റിവ്യൂല്ലേ പറയാൻ വേണ്ടി ആരും ഇല്ല. അത് ഞാനത് ആഗ്രഹിച്ചു, ആരും റിവ്യൂ പറയാൻ വേണ്ടി ആരും ഇല്ല, റിവ്യൂ ഒന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മിസ്റ്റേക്ക് കൂടെയാണ്. ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് ഇറങ്ങിയത്, അതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ നമുക്ക് ഈ സിനിമയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് എന്താ അറിയണം, കുറിഞ്ഞ സിനിമയെ പറ്റിയുള്ള? അല്ല, അതൊന്നും ഞാൻ ആരെങ്കിലും ഒന്ന് റിവ്യൂ പറയാൻ വേണ്ടി വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് പറയണം. ഞാനങ്ങനെ എല്ലാ സിനിമയും കാണുന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മളൊന്ന് പറഞ്ഞില്ലേ, ഈ സിനിമയെ പറ്റി ഞാൻ കുറേ കാര്യം പറഞ്ഞില്ലേ. നമ്മൾ ഈ ആദിവാസികൾ നമ്മുടെ മിത്രങ്ങൾ തന്നെയല്ലേ, അവരെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവരെ പറ്റി കുറേ സംഭവമുണ്ട്. പക്ഷേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അല്ലേ, അവിടെ ചടങ്ങുകൾ, പിന്നെ ക്ഷേത്രത്തിൻ്റെ മെയിൻ കുറേ സംഭവം ഇവർ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പുതിയൊരു അനുഭവം തന്നെയാണ്. എന്താ പറയുന്നറിയില്ല, ഒരുപാട് വ്യത്യസ്തം നല്ലൊരു കഥ പറയുന്നുണ്ട്. അവരുടെ അവസ്ഥ ഒന്ന് പൊട്ടിക്കരയാൻ പോലും പേടി അവർക്ക്. അവസ്ഥ ഈ സിനിമ ഞാൻ കണ്ടു. കാരണം അവർക്ക് പൊട്ടിക്കരയാൻ പോലും അവർക്ക് പേടിയാണ്. കാരണം ഈ പുറമേയുള്ള പ്രശ്നങ്ങൾ അവർക്ക് പലരും പേടി തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒന്ന് പൊട്ടിക്കരയാൻ പോലും അവർക്ക് ഭയമാണ്. അത് ഞാൻ ഈ സിനിമയിൽ കണ്ടു. സ്വന്തം അത് ഒരു വലിയ വിഷയം ഞാൻ പറഞ്ഞില്ല, ഒരു വലിയ വിഷയമാണ്. ആ വിഷയം കൊണ്ടിട്ട് അച്ഛനൊന്ന് പൊട്ടിക്കരയാൻ പറ്റുന്നില്ല. കാരണം ഭയം, പേടി, അതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതൊക്കെ വലിയ ആൾക്കാരാണ്, പണവും പ്രശസ്തിയുള്ളവരാണ്. അപ്പോൾ പേടിയാണ്. അപ്പോൾ അതൊരു ഞാൻ ഈ സിനിമയിൽ കണ്ടത്. അതാണ് അവരുടെ അവസ്ഥ. ഇപ്പോഴും എനിക്ക് ഇങ്ങനെയുള്ള ആദിവാസികൾ ഇപ്പോഴും കാണും. ആദിവാസികൾ ഞാൻ എടുത്തു പറയല്ല, നമ്മുടെ മിത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരെ വെച്ചൊരു സിനിമ, ഞാൻ ചില സീനൊക്കെ ഞാൻ വല്ലാത്തൊരു ഇതായിപ്പോയി. കാരണം ഇവരൊക്കെ ഇപ്പോഴും ഇങ്ങനെയാണ് പേടിക്കുന്നത്. ഇവർ ഇപ്പം തന്നെ അവർ ഈ പിന്നെ നമ്മുടെ കാച്ചില്, കപ്പ, അതൊക്കെ
അതൊക്കെ ഒരു അത് പടം കാണുമ്പോഴേ അതിൻ്റെ സീൻ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ അല്ലേ? ശരിക്കും ഭയങ്കര എന്താ പറഞ്ഞതല്ല. ശരിക്കും ഉള്ളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുന്ന, ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള ഒരു സിനിമയാണെന്നാണ് സാർ പറയുന്നത്. അയ്യോ ഞാൻ പറയാം, അയ്യോ അങ്ങനെ ഞാൻ പറയും, ഞാൻ ഒരുപാട് സിനിമ കാണുന്ന വ്യക്തിയാണ്. പക്ഷെ നമ്മൾ ചില സിനിമകൾ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക് നമുക്കൊരു ഞാൻ പറയാം, ഇപ്പം ആകാശം സിനിമ കണ്ടപ്പോൾ ഞാനും ചിന്തിച്ചു പോയി. ഇപ്പോൾ അവരെ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാവും ഒപ്പീഡി, അപ്പോൾ ക്യാൻസർ എന്ന രോഗം നമ്മൾ പേടിച്ചു. ഓരോ സിനിമ കാണുമ്പോൾ ഓരോ ഇതുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഈ സിനിമ കണ്ടപ്പോൾ യഥാർത്ഥമായിട്ട് നമ്മുടെ മിത്രങ്ങളെ, ആദിവാസി സമൂഹം, അവരുടെ ദുഃഖം അത് ഞാൻ മനസ്സിലാക്കി. ഞാൻ പേടിച്ചു പോയി അവരുടെ ഒരു അവസ്ഥ. ഇന്ന് വരെ ഞാൻ യൂട്യൂബിലൊക്കെ 24 മണിക്കൂറും ഞാൻ യൂട്യൂബിൽ എല്ലാം കാണുന്ന വ്യക്തിയാണ്. പക്ഷേ ഇവർക്ക് ഇങ്ങനെ അവസ്ഥയുണ്ടോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്നൊരു വല്ലാത്തൊരു അവസ്ഥയിൽ പോയി. കാരണം എനിക്ക് കൊണ്ടൊരു മോള്, എനിക്ക് 2 മക്കളുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് പറയാൻ വേണ്ടി തൊട്ടടുത്ത് കൂട്ടുകാരുണ്ട്. പക്ഷേ ഇവരുടെ അവസ്ഥ എന്താണ് പറയാനല്ലോ. ഒരു കാര്യം പറയാൻ വേണ്ടി ഇത്ര കിലോമീറ്റർ ഓടണം, ഒരു പുഴ മലയൊക്കെ കടന്നു പോകണം. അവിടെ ആരുമില്ല, പല സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ്. എന്തായാലും ഈ പടം ആൾക്കാർ കാണാനായിട്ട് സാറിനെ പോലുള്ള ഒരാളുടെ ഒരു നിഗമനം വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ എല്ലാവരും എല്ലാ മിത്രങ്ങളും കുറിഞ്ഞി എന്ന ഞാൻ ഇതിനെ പറ്റി വലിയ പൊക്കി എന്ന് പറഞ്ഞൊരു വലിയ സംഭവം ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളെല്ലാവരും കണ്ടിരിക്കുക സിനിമ എല്ലാവരും കാണണം എന്നൊരു അപേക്ഷയാണ്. ഓവറോ എത്ര ഓവറായി ഇപ്പോൾ ആരാ വാറ്റിയെന്ന് ശ്രീശാന്തിൻ്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ? കോബ്രയല്ല, കിങ് കോബ്ര. എന്നെ നിങ്ങളാണ് കോബ്രയാക്കിയത്. ഇപ്പോൾ നിങ്ങളും എല്ലാവരും സിനിമ കാണുന്നത് അപേക്ഷിക്കുകയാണ്. ഓക്കെ സാർ, നമസ്കാരം. സാറാണല്ലോ ഇതിൻ്റെ ഗാനരചയിതാവ്. അപ്പോൾ സാറിൻ്റെ പേരെന്ന് പറയുമോ? നമസ്കാരം, എൻ്റെ പേര് പ്രമോദ് കാപ്പാട് അല്ലേ? ഓക്കെ. സാർ ഇതിനെ പറ്റി 2 വാക്കൊന്ന് സംസാരിക്കും, സിനിമയെ പറ്റിയുള്ള. ഇതിൻ്റെ 2 വാക്ക് പറഞ്ഞാൽ ഇത് പിന്നെ എൻ്റെ നാട്ടുകാരനായ ഗിരീഷ് കുമാർ സാറാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആദിവാസി ഗോത്ര പണിയരുടെ ഒരു കഥ പറയുന്നതാണ് സിനിമ. അതായത് ആദിവാസി ഗോത്രത്തിന്റെ പണിയർ എന്ന വിഭാഗത്തിന്റെ കഥ പറയുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ സംഭാഷണം ഒട്ടുമിക്കാലും പണിയർ ഭാഷയാണ്. ഓ, അത് ശരി. അതുകൊണ്ട് തന്നെ ഇതിൽ പിന്നെ 3 പാട്ടാണല്ലോ, അത് 2 പാട്ടും പണിയ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വെറൈറ്റിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. റിസ്ക് പിടിച്ച ഒരു പിന്നെ രചന തന്നെ പറയാം. കാരണം വെച്ചാൽ 1 മാസത്തോളം അവിടെ പോയി അവരെ 1 മാസം അവിടെ, അത് മറ്റേ സാറും പറയുന്നത് കേട്ടായിരുന്നു. 1 മാസത്തോളം അവിടെ നിന്നിട്ട് അവരുടെ ഭാഷകൾ പഠിച്ചതിന് ശേഷം ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അതൊരു പുതിയ ഒരു വെല്ലുവിളിയാണ്. പക്ഷേ അതെല്ലാം പാട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ സന്തോഷം. തീർച്ചയായിട്ടും സാധാരണ മലയാളി ഒരു നല്ല സിനിമകൾ, സാധാരണക്കാരുടെ ഒരു സിനിമ തീർച്ചയായിട്ടും മലയാളികൾ ഏറ്റെടുക്കും. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കുറിഞ്ഞി കാണാൻ എല്ലാവരും വരണമെന്ന് ഞാനും പേഴ്സണലായിട്ട് തന്നെ എല്ലാ ആൾക്കാരോടും പറയുകയാണ്. സിനിമ കാണണം, പാട്ട് കേൾക്കുക, പാട്ടിനെ കുറിച്ചിട്ട് സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും ഇതിനിടയിൽ കമൻറ്റുകളും കാര്യങ്ങളും എല്ലാം സാറ് പറയുന്ന കൊണ്ട് പാട്ടിനെ പറ്റിയും അതിൽ സിനിമയെ പറ്റിയായിട്ടുള്ള കമൻറ്റുകളെല്ലാം നമ്മുടെ ഇതിൻ്റെ താഴെ ഇട്ട് തരണം. തീർച്ചയായും. ഓക്കെ സാർ, താങ്ക് യു.